എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ബഡ്ജറ്റ് പി സി ബിൽഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 32,000 രൂപയ്ക്കകത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രി ലെവൽ ഗെയിമിംഗ് പി സി ആണ് നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെക്കാട്ടി കുറഞ്ഞ പൈസയ്ക്കാണ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനോടൊപ്പം തന്നെ പല പാർട്സിൻ്റെ ആൾട്ടർനേറ്റീവ്സും അല്ലെങ്കിൽ കുറച്ച് ടിപ്സും പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 32,000ൻ്റെ പി സി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 24,000-നും 28,000 രൂപയ്ക്ക് ഇടയ്ക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. സോ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് റൈസൻ്റെ ഒരു APU ആണ്. റൈസൺ 3 3200G എന്ന് പറയുന്ന ഒരു APU ആണ്. ഇതിൽ മൊത്തത്തിൽ 4 കോറും 4 ത്രെഡും ആണ് വരുന്നത്. 3.6 GHz ആണ് ഇതിൻ്റെ ബേസ് ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിൻ്റെ മാക്സിമം ബൂസ്റ്റ് ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4.0 GHz ആണ്. ഇതൊരു APU ആണ്. APU എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് റേഡിയോൺ വെഗ ഗ്രാഫിക്സ് വരുന്ന ഒരു പ്രോസസ്സറാണിത്. ഇതിൽ റേഡിയോൺ വെഗ 8 ഗ്രാഫിക്സ്, ഒരു 2GB ഗ്രാഫിക്സ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് വരുന്നത്. സോ ഒരു ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് ഗെയിംസ് പ്ലേ ചെയ്യാൻ സാധിക്കും. ഒരു 720pയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഇൻ കേസ് ഫ്യൂച്ചറിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് മദർ ബോർഡാണ്. മദർ ബോർഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഗിഗാബൈറ്റിൻ്റെ B450M ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു B450 ചിപ്സെറ്റ് ഉള്ളൊരു മദർ ബോർഡാണ്. നിങ്ങളൊരു ടൈറ്റ് ബഡ്ജറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഒരു A320 ചിപ്സെറ്റ് മദർ ബോർഡ് ചൂസ് ചെയ്യാം. സോ A320 നമ്മുടെ ഈ ഒരു പ്രൊസസ്സർ ആക്ച്വലി ഒരു സെക്കൻഡ് ജെൻ പ്രോസസ്സറാണ്. പക്ഷേ 3000 സീരീസിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിന് 3200G എന്ന് പേര് നൽകിയിരിക്കുന്നത്. സോ ഒരു A320 ചിപ്സെറ്റ് മദർ ബോർഡിൽ ഈ പ്രോസസ്സർ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ വർക്ക് ചെയ്യും. ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രോസസ്സർ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡബിൾ ഓപ്ഷൻ വളരെ ലിമിറ്റഡ് ആയിരിക്കും. സോ ഒരു ഫ്യൂച്ചർ പ്രൂഫായിട്ടൊരു പി സി ആണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ B450 ചിപ്സെറ്റ് മദർ ബോർഡ് തന്നെ ചൂസ് ചെയ്യുക. സോ നിങ്ങൾ A320 മതിയെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 3,000-3,500 രൂപയോളം ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. പിന്നീട് വരുന്നത് റാം ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കോഴ്സെയർ വെഞ്ചൻസിൻ്റെ 3000 MHz സ്പീഡുള്ള ഒരു 8GB സ്റ്റിക്കാണ്. ഈ ഒരു ബിൽഡിന് 8GB മതി. കാരണം ഇതൊരു ഗെയിമിംഗ് പി സി ആണ്. ഒരു ഗെയിമിംഗ് പി സി, ഈ ലെവലിൽ ഒരു ഗെയിമിംഗ് പി സിക്ക് 8GB തന്നെ ധാരാളം. ഇൻ കേസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ റാം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഒരു റാം സ്ലോട്ട് കൂടെ നമ്മുടെ മദർ ബോർഡിൽ അവൈലബിൾ ആണ്. സോ 3000 MHz സ്പീഡ് തന്നെയുള്ള ഒരു 8GB കൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 16GB നിങ്ങൾക്ക് ഓവറോൾ കിട്ടുന്നതായിരിക്കും. ഈ ഒരു റാമിന് ഇപ്പോൾ മാർക്കറ്റിൽ വരുന്ന വിലയെന്ന് പറഞ്ഞാൽ 3,170 രൂപയാണ്. പിന്നീട് നമ്മുടെ സ്റ്റോറേജ്, നമ്മളിവിടെ പ്രൈമറി സ്റ്റോറേജ് ആയിട്ടൊരു SSD ആണ് യൂസ് ചെയ്യുന്നത്. സോ സ്പീഡിൻ്റെ കാര്യത്തിലായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും SSD ഹാർഡ് ഡിസ്കിനെക്കാട്ടി ഫാർ ബെറ്റർ ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഒരു 240GB SSD ആണ്. നിങ്ങൾ മിനിമം 240GB എങ്കിലും ചൂസ് ചെയ്യുക. കാര്യം 120GB ആണെങ്കിൽ വിൻഡോസും നിങ്ങളുടെ ആവശ്യമുള്ള സോഫ്റ്റ്വെയർസും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മെമ്മറി ഓൾമോസ്റ്റ് ഫില്ലാവും. സോ മിനിമം ഒരു 240GB SSD എങ്കിലും ചൂസ് ചെയ്യാം. ഈ ഒരു SSDക്ക് ഇപ്പോൾ മാർക്കറ്റിലെ റേറ്റ് വരുന്നത് 2,500 രൂപയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾ ടൈറ്റ് ബഡ്ജറ്റിലാണെങ്കിൽ ഇത് ഞാൻ പറയുന്നില്ല. മറിച്ച് നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ ഹാർഡ് ഡിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സ്റ്റോറേജ് ബാക്കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. ഇവിടെ ഹാർഡ് ഡിസ്കിന് ഞാൻ യൂസ് ചെയ്യുന്നത് WDയുടെ തന്നെ ഒരു 1TB ഹാർഡ് ഡിസ്ക്കാണ്. ഇതിന് 3,500 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ സപ്ലൈ ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കൂളർ മാസ്റ്ററിൻ്റെ ഒരു 450 വാട്ട് 80+ പവർ സപ്ലൈ ആണ്. മിനിമം ഒരു 450 വാട്ട് പവർ സപ്ലൈ എങ്കിലും ചൂസ് ചെയ്യുക. കാര്യം ഇൻ കേസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് വെക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 450 എങ്കിലും വേണം. നിങ്ങളൊരു ഫ്യൂച്ചർ പ്രൂഫായിട്ടുള്ളൊരു പി സി ആണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു 550 അല്ലെങ്കിൽ 650 വാട്ട് പവർ സപ്ലൈ തന്നെ വെക്കുക. അല്ല നിങ്ങൾ വലിയ അപ്ഗ്രേഡുകളൊന്നും ഭാവി പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് 450 വാട്ട് മതി. സോ ഓൾവേസ് യൂസ് 80+ പവർ സപ്ലൈ. കാര്യം നമ്മുടെ പി സിയെ ചീപ്പ് പവർ സപ്ലൈകൾ റൂയിൻ ചെയ്യും. ഈ ഒരു പവർ സപ്ലൈക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 3,000 രൂപയാണ്. നെക്സ്റ്റ് ഇതെല്ലാം കൂടെ നമുക്ക് ഒത്തിണക്കിക്കൊണ്ട് പോകാൻ വേണ്ടി ഒരു ക്യാബിനറ്റ് വേണം. ക്യാബിനറ്റ് തികച്ചും നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. കാര്യം നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ ആഗ്രഹവും അനുസരിച്ച് നിങ്ങൾക്ക് ക്യാബിനറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ബിൽഡിലൂടെ യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡക്കിൻ്റെ NX310 എന്ന് പറയുന്ന ഒരു 6GB ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെയുള്ള ഒരു 6GB ക്യാബിനറ്റ് ആണ്. ഇതിന് ഏകദേശം അറൗണ്ട് ഒരു 4,000 രൂപ വില വരുന്നുണ്ട്. 3,800 to 4,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. നിങ്ങൾ ടൈറ്റ് ബഡ്ജറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് 2,000-2,500 രൂപയുടെ അകത്ത് നല്ല ക്യാബിനറ്റുകൾ അവൈലബിൾ ആണ്. ആൻഡക്കിൻ്റെ തന്നെ NX200 ഉണ്ട്. പിന്നീട് ഒരുപാട് ബഡ്ജറ്റ് റേഞ്ചിൽ ഇഷ്ടം പോലെ ക്യാബിനറ്റുകൾ അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ ഇഷ്ടവും അനുസരിച്ച് ഏത് ക്യാബിനറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. സോ പാർട്സിനെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ പെട്ടെന്ന് നമ്മുടെ ബിൽഡ് ക്വിക്കായിട്ടൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് മദർ ബോർഡ് ഓപ്പൺ ചെയ്യാം. മദർ ബോർഡ് ഓപ്പൺ ചെയ്ത ശേഷം ഒരു ഫ്ലാറ്റ് സർഫസിലെടുത്ത് മദർ ബോർഡ് വെക്കുക.
അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രോസസ്സർ ഓപ്പൺ ചെയ്യാം. പ്രോസസ്സർ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ പ്രോസസ്സർ ഹാൻഡിൽ ചെയ്യുക. പ്രോസസ്സർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ മദർ ബോർഡിലെ സോക്കറ്റിലെ ലിവർ ഒന്ന് റിലീസ് ചെയ്ത ശേഷം നമ്മുടെ പ്രോസസ്സറിൻ്റെ സോക്കറ്റിലെ ട്രയാങ്കിളും ഒരേപോലെ അലൈൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്രോസസ്സർ വെക്കാം. പ്രോസസ്സർ പ്രോപ്പറായിട്ട് ഇരുന്നു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് ലിവർ താഴേക്ക് അമർത്തി നമുക്ക് നമ്മുടെ പ്രോസസ്സർ ലോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ CPU ഫാൻ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫിക്സ് ചെയ്യുമ്പോൾ സ്ക്രൂസ് എല്ലാം പ്രോപ്പറായിട്ട് ഒരു സിക്സാക്ക് മാനറിൽ, അതായത് ആദ്യം 2 കോർണേഴ്സിലുള്ളത് പയ്യെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. CPU ഫാൻ ഫിക്സ് ചെയ്ത ശേഷം CPUവിൻ്റെ ഫാൻ മദർ ബോർഡിലുള്ള CPU ഫാൻ ഹെഡറിലേക്ക് നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ റാം ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് റാം സ്ലോട്ടിലേക്ക് നമ്മുടെ റാം ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യാൻ വേണ്ടി സ്ലോട്ടിൻ്റെ ലോക്ക് അടിച്ച ശേഷം കറക്റ്റ് ആ ഒരു ഗ്രൂവ് നോക്കി റാം പ്ലേസ് ചെയ്ത ശേഷം പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ ലോക്ക് സെൽഫായിട്ട് തന്നെ ലോക്ക് ആവുന്നതായിരിക്കും. സോ ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് മദർ ബോർഡ് എടുത്ത് മാറ്റി വെക്കാം. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ക്യാബിനറ്റ് എടുത്ത് അതിലെ സ്റ്റാൻഡ് ഔട്ട്സുകളെല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്ലേസിൽ നമുക്ക് ആ സ്റ്റാൻഡ് ഔട്ടുകൾ വെക്കാം. അതിനുശേഷം നമ്മുടെ മദർ ബോർഡിൻ്റെ IO ഷീൽഡ് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. IO ഷീൽഡ് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ മദർ ബോർഡ് നമ്മുടെ കേസിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് പ്രോപ്പറായിട്ട് വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പവർ സപ്ലൈയുടെ ഫാൻ താഴെ വരുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ കേസിൽ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്ത ശേഷം ആദ്യം 24 പിൻ പവർ കണക്ടർ, നമ്മുടെ മദർ ബോർഡിലേക്കുള്ള 24 പിൻ പവർ കണക്ടർ ആദ്യം പ്ലഗ് ഇൻ ചെയ്യുക. അതിനുശേഷം CPU പവർ കണക്ടർ നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഫ്രണ്ട് USB പോർട്ടുകൾ 2.0 പോർട്ടും 3.0 പോർട്ടും നമുക്ക് പ്രോപ്പറായിട്ട് പ്ലഗ് ഇൻ ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട് IO ഷീൽഡ് പോർട്ടുകളും പ്രോപ്പറായിട്ട് തന്നെ പ്ലഗ് ഇൻ ചെയ്യാം. ഇത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മദർ ബോർഡിൻ്റെ മാനുവൽ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇനി നമുക്ക് നമ്മുടെ SSD എടുക്കാം. SSDക്ക് നമുക്ക് പ്രത്യേക ഒരു ട്രേ ഉണ്ട്. ആ ട്രേയിലേക്ക് വെച്ച് SSD നമുക്ക് നമ്മുടെ ക്യാബിനറ്റിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കാം. സ്ക്രൂ ചെയ്ത ശേഷം പവർ കേബിളും സാറ്റ കേബിളും നമുക്ക് നമ്മുടെ SSDയിലേക്ക് പ്ലഗ് ഇൻ ചെയ്യാം. ആ സാറ്റ കേബിളിൻ്റെ ഒരറ്റം നമ്മുടെ മദർ ബോർഡിലെ പ്രൈമറി സാറ്റ പോർട്ടിലേക്കും പ്ലഗ് ഇൻ ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ഹാർഡ് ഡിസ്കും ഫിക്സ് ചെയ്ത ശേഷം പവർ കണക്ടറും സാറ്റ കണക്ടറും കണക്ട് ചെയ്യാം. സോ ഇത്രയാണ് നമ്മുടെ PC ബിൽഡിൻ്റെ മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഇതെൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ പല ഫൂട്ടേജസും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ബിൽഡിംഗ് വീഡിയോ കുറച്ച് സ്കിപ്പായതുപോലെ തോന്നുന്നത്. സോ ഈ ഒരു ബിൽഡിൽ യൂസ് ചെയ്ത എല്ലാ പാർട്സിൻ്റെ ലിസ്റ്റ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ആൾട്ടർനേറ്റായിട്ട് യൂസ് ചെയ്യാവുന്ന പാർട്സിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ അതിൻ്റെ പ്രൈസിങ്ങും അത് വാങ്ങാനുള്ള ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ടുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്യുക. സോ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.